ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. ലേഡീസ് ഓൺലി ആയിട്ട് പോയിട്ടുള്ളതാണ് ഈ ഒരു ട്രാവൽ വ്ളോഗ്. തലശ്ശേരിയിൽ നിന്ന് വണ്ടി പിടിച്ച് കണ്ണൂരിൽ നിന്ന് എന്നെയും പിക്ക് ചെയ്ത് തളിപ്പറമ്പിൽ നിന്ന് 2 പേരെയും എടുത്ത് തളിപ്പറമ്പിൽ നിന്ന് ഫുഡും കഴിച്ചാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിലുള്ള പൈതൽ മലക്കടുത്തുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ പോയത്. തളിപ്പറമ്പ് നിന്ന് ശ്രീകണ്ഠാപുരം കുടിയാൻമല വഴിയാണ് പൈതൽ മലയിലേക്ക് പോയത്. പൈതൽ മലക്കടുത്തുള്ള ഹോളിസ്റ്റിക് സ്റ്റേ ഇൻ എക്കോ ഫ്രണ്ട്ലി റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇവിടെ പലതരത്തിലുള്ള റിസോർട്ടുകൾ ഉണ്ട്. കാരവൻ ഹൗസ്, മഡ് ഹൗസ്, സ്റ്റോൺ ഹൗസ്, ട്രീ ഹൗസ്, ട്രയാങ്കിൾ ഹൗസ്, അങ്ങനെ പല തരത്തിലുള്ള റിസോർട്ടുകൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. എല്ലാം പ്രകൃതിയായിട്ട് കൂടുതൽ ചേർന്നതാണ് ഇവിടെയുള്ള എല്ലാ റിസോർട്ടുകളും. ഒരു ആയുർവേദിക് മസാജ് സെൻ്ററും ഈ ഒരു റിസോർട്ടിൽ ഉണ്ട്. ഞങ്ങൾ താമസിച്ചത് ഈ ഒരു ട്രയാങ്കിൾ ഹൗസിലാണ് താമസിച്ചത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയതായിരുന്നു ഈ ഒരു ട്രയാങ്കിൾ ഹൗസ്. ഇതിൻ്റെ മുകളിലും ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഹൗസായിരുന്നു ഇത്. ഈ ഒരു പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി വേണ്ടുന്ന എല്ലാ ഫുഡുകളും ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ കിട്ടും. ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറേ ഗെയിമുകളും അതുപോലെ തന്നെ കുറേ പെറ്റ്സൊക്കെ ഉണ്ട്. മതി. റിസോർട്ട് ഫുൾ കാണിച്ചു തരാനായിട്ട് അവരുടെ ഒരു സ്റ്റാഫും ഞങ്ങളെ കൂടെ ഉണ്ട്. ഇനി ഇറങ്ങാൻ പറ്റുമോ നോക്കണേ. എങ്ങാടെ നമ്മള് പോണം. അതെ, ചാടി ഇരിക്കേ. ഇത് കർണാടകയുടെ ബ്രഹ്മഗിരി വനം. ഇത് കൂർഗിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും. ഇവിടുന്ന് 40 കിലോമീറ്റർ ഫുൾ ഉള്ളിലേക്ക് റിസർവ് ഫോറസ്റ്റ് തന്നെയാണ്. 40 കിലോമീറ്റർ നമ്മള് ഇതിന്റെ ബൗണ്ടറി വന്നിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി ആയിട്ട് താഴെ ഷെയർ ചെയ്യുന്നുണ്ട്. കേരള കർണാടക ബൗണ്ടറി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നാളെ നമ്മൾ അവിടെ പോയി അതെല്ലാം കാണും. ആ വെള്ളച്ചാട്ടം, അവിടെ ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. വെള്ളച്ചാട്ടം ഇവിടെ ഒരു തേനീച്ചയെ വളർത്തുന്നതൊക്കെ ഉണ്ട്. ഇവിടുന്ന് നല്ല ഒറിജിനൽ ആയിട്ടുള്ള തേനൊക്കെ കിട്ടും. അത് ഞങ്ങളുടെ ചെറിയ ക്ലാസ് മാതിരി പറയും. നമ്മൾ തന്നെ പറയാം, കടയിൽ നിന്ന് കിട്ടി 2 വർഷമായി നല്ല പ്യുവർ തേൻ കിട്ടി. ഇന്ന് വരെ കേടായിട്ടില്ല. ഒറിജിനൽ തേൻ കിട്ടി. നല്ല തൃപ്തിലാകാൻ പോകും. പക്ഷെ അങ്ങനെ വരുന്ന തേൻ 90% ഡ്യൂപ്ലിക്കേറ്റാണ്. നല്ല തേൻ മേടിച്ചിരിക്കോ? ഇത് കണ്ടിട്ടില്ല. വേണ
കത്തി ഉണ്ട് ഷാന കത്തി അതിന്റെ ഇപ്പൊ വെള്ള കളറായില്ലേ അത് പെട്ടെന്ന് റെഡ് ആവും. ആ ടർക്കിയുടെ കണ്ടില്ലേ അത് പെട്ടെന്ന് ഇപ്പൊ റെഡ് ആവും. അത് ശരി, ചുവപ്പ് കണ്ടിട്ടായിരിക്കും. ആ നിൽക്കുന്നത് കരിങ്കോഴികൾ. ഇതാ കണ്ടോ, അത് കരിങ്കോഴി. മരുന്ന് കോഴി മരുന്ന് കോഴി. ഇത് എങ്ങനെയാ മാറി വരുന്ന ചുവപ്പ്? എന്തുകൊണ്ടാ മാറുന്നത്? അത് അങ്ങനെ അതിന്റെ ഒരു ശരീരത്തിന്റെ അകത്ത് വരുന്ന ഒരു മാറ്റമാണ്. പെട്ടെന്ന് വെള്ള പോലെ ആവും, പിന്നെ ബ്ലൂ ആവും, പിന്നെ പെട്ടെന്ന് റെഡ് ആവും. അതുപോലെ നമ്മൾ കുറച്ച് ഉച്ചത്തിൽ സൗണ്ട് ഒക്കെ ആക്കി കഴിഞ്ഞാൽ ഇവരും സൗണ്ട് ആക്കും. ആണ് ഫൈറ്റിംഗ് കോഴി. ആ നിൽക്കുന്നത് ഇവൻ നമുക്ക് പിടി തരത്തില്ല. ഇതൊരു ഒരു വൈൽഡ് ജീവിയായി സാധനം. ജല്ലിക്കെട്ട് എന്താണെന്ന് അറിയോ? തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ പരിപാടി നടത്തുമ്പോൾ ഒരു വർഷം ശരാശരി 4-5 പേര് മരിക്കും. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇതുപോലുള്ള കാളെ പിടിച്ച് മറിച്ച് തറയിലിടുമ്പോൾ ആ നാട്ടിലെ ആ വർഷത്തെ ഹീറോ അവനാണ്. ഒരുപാട് പ്രൈസും കാര്യങ്ങളും എല്ലാം കിട്ടും. പക്ഷെ ആ പ്രോഗ്രാം പാട്ട് പാടിയില്ല പാടിയില്ലേ? അതുണ്ട്. ഇവിടെ ഒരു നല്ലൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. എല്ലാവരും നന്നായി സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്തു. അതിനുശേഷം ഫുഡ് കഴിക്കാനായി റെസ്റ്റോറൻറ്റിൽ പോയി. റെസ്റ്റോറൻറ്റിൽ എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ട്. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഇവരുടെ തന്നെ വേറൊരു സ്ഥലം കാണാനായിട്ട് പോയി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.